എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ മരണത്തെ തോൽപ്പിച്ച മാർക്കണ്ഡേയനെക്കുറിച്ചാണ്. മരണദേവനായ യമനെപ്പോലും അടിയറവ് പറയിച്ച മാർക്കണ്ഡേയൻ എന്ന മുനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കഥ കേട്ടോളൂ. വലിയ ശിവഭക്തനായിരുന്നു മൃഗണ്ടു എന്ന മുനി. പക്ഷേ അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. കാരണം എന്തെന്നോ? അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ലായിരുന്നു. തൻ്റെ ദുഃഖത്തിനൊരു പരിഹാരത്തിനായി മൃഗണ്ടു വളരെ കാലം ശിവനെ തപസ് ചെയ്തു. ഒടുവിൽ മൃഗണ്ടുവിന് മുന്നിൽ ശിവൻ പ്രത്യക്ഷനായിട്ട് ചോദിച്ചു, മൃഗണ്ടു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിനക്ക് 16-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്ന ഉത്തമനും ബുദ്ധിശാലിയും ഭക്തനുമായ പുത്രനെയാണോ അതോ ദീർഘായുസ്സുള്ളവനും മഠയനും കൊള്ളരുതാത്തവനുമായ പുത്രനെയാണോ വേണ്ടത്? മടിക്കാതെ പറഞ്ഞോളൂ. ഭഗവാന്റെ വാക്ക് കേട്ട് ഒട്ടും സംശയിക്കാതെ മൃഗണ്ടു ഉത്തമനായ ഒരു പുത്രനെയാണ് ആവശ്യപ്പെട്ടത്. അവനാണ് മാർക്കണ്ഡേയൻ. ബാല്യത്തിൽ തന്നെ വേദങ്ങളും ശാസ്ത്രങ്ങളും മാർക്കണ്ഡേയൻ മനഃപാഠമാക്കി. വളരെ സമർത്ഥനായ അവൻ 16-ാം വയസ്സിൽ മരണപ്പെടുമല്ലോ എന്നോർത്ത് അച്ഛനമ്മമാർക്ക് എന്നും സങ്കടമായിരുന്നു. ഒരിക്കൽ അവർ ഈ കാര്യങ്ങളെല്ലാം മാർക്കണ്ഡേയനോട് പറയുക തന്നെ ചെയ്തു. എന്നാൽ മാർക്കണ്ഡേയൻ മരണത്തെ ഒട്ടും ഭയപ്പെട്ടില്ല. അന്നു മുതൽ അവൻ തൻ്റെ ഇഷ്ടദേവനായ ശിവഭഗവാനെ തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മാർക്കണ്ഡേയൻ്റെ മരണദിവസം എത്തി. അപ്പോഴും അവൻ തപസ്സിൽ തന്നെ മുഴുകിയിരുന്നു. അതുകൊണ്ട് യമകിങ്കരന്മാർക്ക് മാർക്കണ്ഡേയൻ്റെ അടുത്തേക്ക് ചെല്ലാനായതേയില്ല. ഒടുവിൽ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ സാക്ഷാൽ യമദേവൻ തന്നെ എത്തി. അപ്പോൾ മാർക്കണ്ഡേയൻ എന്തു ചെയ്തെന്നോ? എന്നെ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചങ്ങ് കിടന്നു. യമദേവന് ഇതുകൊണ്ടൊന്നും ഒരു കുലുക്കവും ഉണ്ടായില്ല. വിഗ്രഹത്തെയും മാർക്കണ്ഡേയനെയും ലക്ഷ്യമാക്കി യമൻ തൻ്റെ കയറെറിഞ്ഞു. അത്ഭുതം! അതോടെ വിഗ്രഹം രണ്ടായി പിളർന്ന് അതിൽ നിന്നും സാക്ഷാൽ ശിവഭഗവാൻ തന്നെ ഇറങ്ങി വന്നു. കുപിതനായ ശിവൻ യമനെ വധിച്ചു. തൻ്റെ ഭക്തനായ മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ മാർക്കണ്ഡേയൻ പിന്നെയും 10 കോടി വർഷക്കാലം സന്തോഷമായി ഭൂമിയിൽ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നന്ദി.